കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി മാറ്റിട്ടാവും പോയത്. നിർത്ത്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴിപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കും. പറയടാ. ഹലോ, ആ കുഴിപ്പള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. ഓക്കെ സാർ. എന്താ സാറേ? ആ കുഴിപ്പുള്ളി കിഴക്കുവശത്തെ ഒരു വീട്ടിലെ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നു. മിഥുന മാസ പുലരിലല്ലി അരയന്റെ ഉള്ളിൽ പൊടിപൂരം. ടൂൾസ് എടുത്ത് ഒരു കോള് വരണം. വാ, എന്തായി? തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. സാറ് വയ്ക്കോ, ഇന്ന് തീർത്തിരിക്കും. ധൈര്യമായിട്ട് പോ. അവനെ വിളി. ശരിയാശാനെ. അച്ഛനെ റിങ്ങിയുണ്ട്. നീ അവനെ കൂടി വേഗം കഴിഞ്ഞിട്ട് വാ. ചെറിയൊരു പണിയുണ്ട്. ഞങ്ങൾ എത്തി ആശാനെ. വേഗം വാ. നിനക്കങ്ങോട്ട് മാറി നിന്ന് വിളിച്ചൂടെ? ചേച്ചിക്ക് ഇഷ്ടം ഞാൻ വിളിക്കുന്നില്ല.
അല്ലടാ വരികയാണ്. കേറാ. അവരെത്തിയേട്ടാ. എന്താ ആശാനെ? എടാ ഇന്ന് തന്നെ തീർത്തു കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കണേ. ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. നമ്മൾ ഇന്ന് തന്നെ തീർത്തിരിക്കും ആശാനെ. അത്രേ ഉള്ളൂ. ആ. കോമു ഡാ, അതിലെടാ. വാ പോവാ. ഞാനൊന്നില്ലെന്ന് പണിക്ക്. ഡാ നീ കണ്ടതല്ലേ കാശ് 5000 മേടിച്ചിരിക്കണത്. കക്കൂസ് ഇന്ന് തന്നെ പെയിന്റ് അടിച്ച് തീർത്തു കൊടുക്കാന്നാ പറഞ്ഞിരിക്കണേ. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാ? ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിന്ന് പണിക്കില്ല. ആശാൻ ഇവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോഴും. തീരുമാനിച്ച നീ? തീരുമാനിച്ചു. ആശാൻ അറിയില്ല ഞാൻ തിങ്കളാഴ്ച പണിക്ക് വരില്ല എന്നുള്ള കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓക്കേ. വാടാ അവൻ അവിടെ ഇരിക്കട്ടെടാ. എടാ നീ വരണണ്ട. ഞാനൊന്നില്ല. എന്നാ ശരി, നന്നാവണ്ട നീ ഇരുന്നു ഇവിടെ. ശരി പോടാ, പോയി പണിയെടുത്ത് ചാവടാ. എടാ ഞങ്ങള് പണിക്ക് പോണല്ല, പിന്നെ ഞങ്ങള് ചെറായി ബീച്ചിലേക്കാ. അല്ലേ ആശാനെ? ബീച്ചിലേക്കാ. എന്തായാലും ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ച് നിന്റെ കുശുമ്പൊന്ന് മാറാൻ. നടക്ക്. പിടിച്ചോ കൊടുക്ക്. ആശാനെ വിടരുത്. വിടില്ല വിടില്ല. മറക്കവന് മറക്കവന് ഇവിടെ മറക്കവന്. പിടിച്ചങ്ങട് പിടിച്ചങ്ങട് വിടരുത്. അങ്ങോട്ട് ഓടിയ ഓടിച്ചങ്ങട്. ആശാനെ വിടരുത്. ആശാനെ വിടരുത് വിടരുത്. ലേഡി നിന്റെ നേരിൽ ആൽത്തറയിലൊക്കെ നിന്നെ തന്നെ നോക്കണ്. ഇവനാണെങ്കിൽ ഒരു പണിയും കൊടുക്കില്ല. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ആ അഭിപ്രായം കണ്ടിട്ട് കാശ് കൊടുക്കടാ. കാശ് കൊടുക്കടാ. മതിയടാ മതിയടാ, ചുമ്മാ നീ തോറ്റത്. ഒന്ന് പോവാ ആശാനെ. വാടാ. എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ. ഇനി എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ആശാനെ. വാ പിടി. കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്. ഹേയ് അങ്ങനെ പറയരുത്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടി മേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്. കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യ നീ ഒന്ന് അടി. ആ അല്ല പിശാച്. ദേ നിക്കണ ആശാനവൻ. അപ്പൊ ശരി, തന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. വാടയുണ്ട്. ഓ എന്താണ് ആശാനെ? നോക്കടാ നോക്കിക്കടാ. എന്താണ് ഇത്? എടാ ഷിനുവിന്റെ പിള്ളേരോടുത്ത പണിയായത്. ആണോടാ? പറഞ്ഞു കൊടുക്കണ. ഞാൻ ഒരു കുപ്പി മേടിക്കാൻ വേണ്ടി ബീവറേജിൽ പോയതാ. അപ്പോൾ ഞാൻ നിന്ന ക്യൂവിലേക്ക് അവന്മാർ ഇടിച്ചു കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഈ ക്യൂവിലേക്ക് ഇടിച്ചു കയറി? ഇപ്പോൾ തല്ലി. നമുക്ക് ചോദിക്കണം. ആശാൻ കയറി വാ, വണ്ടി എടുക്കടാ. ഞങ്ങളുടെ ചക്രത്തല്ലിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് വെള്ളം ഓടിക്കണം. വരട്ടെ കള്ള് മുടിയും കൊണ്ടു. അയ്യോ അയ്യോ.
അയ്യോ വാടാ. പോരങ്ങട് ആസനെ പുലിയാടാ അയ്യോ പൊട്ടിക്കണോ അയ്യോ ഇനി നീ എന്റെ പിള്ളേരെ കാണാൻ തൊട്ടാ അരിഞ്ഞു നീ. ആശാനെ വാ. സാധനം ചേട്ടാ ചേട്ടൻ ഏട്ടാ? ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണോ? എടോ വെടിക്കെട്ടുകാരനാണെന്ന്. ചേട്ടാ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ഞാനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വെടിയങ്ങ് അടിച്ചങ്ങൾ അല്ല വേറൊന്നുമല്ല ചേട്ടാ. 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്. അതുകൊണ്ട് ചേട്ടൻ അറിഞ്ഞങ്ങോട്ട് പെരുമാറിക്കോണം. ഈ ഗൾഫുകാരനല്ലേ? പക്ഷെ കണ്ടാ പറയൂലട്ടാ, നിന്റെ വെടി പൊട്ടിക്കും. എന്താ പോരെ? ഓക്കെ പോരാ പോരാ ഇങ്ങോട്ട് പോരാ. ഇത്തവണ നമ്മൾ അടിച്ച് പൊളിക്കുക. പിള്ളേർക്ക് പൊളിച്ചിടാ. വേണ്ട നിന്നെ പൊളിക്കൂടാ. വീട്ടില് നിന്നോട് പറഞ്ഞ് വീട്ടിൽ പോവാൻ. ഇങ്ങനെയാണെങ്കിലേ എന്തായിരിക്കും കാണാട്ടാ. ചേട്ടന്റെ കുടുംബത്തിലൊരാളെ പോയി തള്ളിങ്ങോട്ടില്ല. പോട്ടാ നീ അത് വിട്. ഒന്ന് പോവാ. എന്താണ് അമ്പലത്തിലെ ആനയാണ് ചേട്ടനൊന്ന് പറഞ്ഞു. എന്താ നിനക്ക് കളിക്കാൻ പാടില്ലേ? എന്നിട്ട് വേണം എന്റെ പിള്ളേര് നടന്നു പോകുമ്പോ അച്ഛനില്ലാത്ത പിള്ളേര് പോകണം, അച്ഛനില്ലാത്ത പിള്ളേരൊന്നും നാട്ടുകാർ പറയാൻ ചേച്ചി ഒന്ന് പറയാ. വാസു, അമ്പലത്തില് നല്ല ശർക്കര ഇരിക്കണ്ടാവും. ആ ശർക്കര എടുത്തുണ്ടായിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കി എടുക്കണം. ഉരുക്കിയോ? എന്നിട്ട് ഈ കമ്പെടുത്തോ. എന്നിട്ട് ആ വടം കൊണ്ടുപോയി ഈ ഉരുക്കിയ ശർക്കരയിൽ മുക്കിയെടുക്കണം. ഒരറ്റം അമ്പലപ്പറമ്പിലെ ആൽമര ഉണ്ടല്ലോ, ആൽമരത്തിൽ അങ്ങ് കെട്ടണം. എന്നിട്ട് മറ്റേ അറ്റം ആനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആന അതങ്ങ് ശർക്കരയല്ലേ, ആന വഴിക്കോളും.
എന്നിട്ടെന്താ അപ്പൊ തന്നെ ആന പിണ്ടിടും, കയറ് പിണ്ടം. ആ കയറ് പിണ്ടത്തിന്റെ ഒരറ്റം കൊണ്ടുപോയി അപ്പുറത്തുള്ള തെങ്ങിലും കുരുക്കി കെട്ടണം. കെട്ടിയോ? അപ്പൊ എന്താവും? ആന അഴയില് കിടന്ന് ഇങ്ങനെ ആടി കളിക്കും. എങ്ങനെയുണ്ട്? കളച്ചോ? അപ്പൊ ആനയുടെ വയറ്റിൽ കൂടെ അല്ലേ കമ്പ പോയത്? ഏതാണ് ആനനെ പോയി തിളക്കട്ടെ? ചേച്ചി ആനനെ പോയി തിളക്കട്ടെ? ഈ ബുദ്ധി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എത്ര ആന എന്റെ മുന്നിൽ ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മുരുക, ഹരികരൻ പോവുകയാണ്, കാത്തോളണേ. അതെ അച്ഛാ, ഈ തോർത്ത് എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിൽ ഇട്ട് മൂടാനാടാ.
കിടക്കുന്നത്. നിങ്ങൾ വന്ന് ചോറ് തിന്നെ, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എന്റെ മോമറ്റടി അവന് കാണാണ്ട് മനസ്സിലുണ്ട് എവിടെ പോയി കിടക്കുന്നുണ്ട് ദൈവമേ. ബൈക്കൊന്നുള്ള യാത്ര. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അവൻ ഇത്ര നേരമായിട്ട് വീട്ടിൽ വരാത്തത്. ഏട്ടനല്ലെങ്കിൽ 10 മണി കഴിയാതെ വരാറില്ലല്ലോ. മതി TV കണ്ടത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾക്ക് അവിടെ TV കാണാണ്ട് മനുഷ്യനോട് അവൻ വന്നില്ലേ ഹരിയേട്ടാ? ആരാ? കുഞ്ഞപ്പനാണോടാ? ആ, അവതോര് വന്നില്ലെന്നേ. അവൻ ചിലപ്പോ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ആ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. വീട്ടിലൊരാടെ വേവലാതിയെ കുറിച്ചിട്ട് അവനറിയോ? എന്നാ ഞാൻ പോവാണ്. ആ എന്താ ഇത്ര നേരം വൈകിന്ന് ചോദിക്കാ? ആര് വൈകടി? ഇനിയിപ്പോ അവൻ വൈകിയാലും നിനക്കെന്താ? ആൺകുട്ടികളെ ചിലപ്പം വൈകും. ഓ, അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടന് കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിലിരിക്കുമല്ലേ. പിന്നെ ഇതിന്റെ ബാക്കി അവിടെ പോയടാ. അത് ആശാന ഇത്തിരി കുടിച്ചു. അല്ല, നീ എന്ന് മുതൽ ആശാനായി? ആവുക കൊണ്ടുവന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. പിന്നെ നീ എത്ര നേരം അവിടെ പോയി കിടക്കരുതാ? മനുഷ്യൻ വയസ്സിട്ടിരിക്കരുത് ഇവിടെ അല്ലേ? അയ്യോ, ഇത് അമൃതല്ലേ, വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. എടാ. അല്ലല്ലേ, വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചാടി നിന്നെ. കൊളവമ്പനാടി ഞാൻ. മതയാന മനസ്സിലായ? തുടങ്ങി തള്ളും തളക്കലും. ആ ലവനെ, എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ. കുത്തും. എന്റെ തരിപ്പങ്ങട് മാറി. 5ാം ക്ലാസ്സുകാരിയായ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന് പുഴയിലെറിഞ്ഞ അടിച്ചോട് വീട്ടിൽ മുജീബ് 23-നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മുജീബ് എന്ന് പറയുന്നവനെ ഇവിടെ ഒന്ന് ചായ കുടിക്കാറുള്ളതാണോ? ആ, ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മോൾ അസീലാനും കൊണ്ട് ഇവിടെ നാടുവിടാനാ തോന്നണേ. ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ടാവുക ഇതുപോലെ ചില ഞരമ്പ് രോഗികള്. അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്പി അങ്ങ് ചെത്തിക്കളയണം. അതാണ് എനിക്ക് എന്താ വേണ്ടേ? ഒരു ചായ വേണം, ആദ്യം കഴിക്കാനും എടുക്ക്. എന്റെ അപേക്ഷ കൊടുത്തു. പിന്നെ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വാ മോനെ. എത്രയാടാ? ട്രോഫി ആയിട്ട് രാജനും മോനും വന്നെത്തിയല്ലോ. വാടാ. ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ട്രോഫി നോക്കട്ടെ. നീയാടാ ഈ പഞ്ചായത്തിന്റെ മുത്ത്. ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ചെക്കനെ. നീ മേടിച്ചു കളഞ്ഞോളെ തച്ചോളി ചെമ്പ് ഫസ്റ്റ് എടുത്തു പൊക്കട നമ്മുടെ പയ്യനെ. പണ്ടെന്താ വെള്ളം വരാത്ത? നീ വന്നപ്പോ മുതൽ ഈ വാഷ് ഇവിടെ നിൽക്കുകയാണല്ലേ, ഇതുവരെ വെള്ളം വെച്ച് തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കാണ് ആശാനിത്. അത് ശരി, പിന്നെ എന്തിനാണ് ഈ വാഷ് നീ ഇവിടെ നിൽക്കണേ? വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി നിക്കണതാ. എന്നിട്ട് അറിഞ്ഞ? ഏയ്, വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എങ്കിൽ നീ കാര്യം ചെയ്യടാ, ആ പെയിന്റിംഗ് എടുത്ത് കലക്കടാ. ആശാന അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി. എന്നിട്ടാണ് നീ ഹെൽപ്പറിന്റെ പണിക്ക് വന്നിരിക്കണത്. വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാന. അത് ശരി, അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചിട്ട് നിൽക്കാനാണ് പ്ലാൻ? അങ്ങനെയൊന്നുമില്ല. നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? ആ എന്നെ വേണം പറയാം. ദൈവമേ, എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണ്. ദൂരത്തോടെ കിടന്ന് ഉറച്ചോണ്ടിരിക്കുന്നു. കളടാ, കളഞ്ഞിട്ട് പോടാ, വഴി കളഞ്ഞിട്ട് പോടാ. പോ വരേക്ക് പണിയെടുക്കാൻ നോക്കടാ, കള്ളപ്പണി എടുക്കാണ്ട്. എടാ മോനെ സജി, എടാ ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാറ്റ കാശ് കൊടുക്കാൻ. ഇല്ലെങ്കിൽ അമരനെ പൊക്കി ഏറി നിർത്തും, അറിയാലോ. മനുഷ്യനെ കൊല്ലല്ലേ, ഞങ്ങൾ മരിച്ച് പണിയെടുക്കും ആശാനെ. കണ്ടില്ല തുടക്കടാ. ആശാനെ, കാലത്ത് വെച്ച് പുട്ട് ചതിച്ചെന്നാ തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താണ് ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. എന്തൊരു തൂറലാടാ ആശാനെ. എടാ 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 എന്തെങ്കിലും ചെയ്യടാ. ചെയ്തുകൊണ്ടിരിക്കടാ.
ഈ വഴി നോക്കി ഇവിടെ എത്തിയ ആ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. കാവ്യ കാവ്യ കാവ്യല്ല നിമിഷ നിമിഷം പണിയെടുക്കടാ. കിട്ടിയ കിട്ടും. കാവ്യ ഹായ് വാ ഒന്ന് പറഞ്ഞു വാ നീ എന്തിയാടാ കാവ്യ പിന്നെ ഇത് പോയടാ ഇവിടെ നിമിഷം വന്നേക്കാണ്. അന്നേരം കാവ്യ തീർത്തവൻ നിന്റെ പണിയെടുക്ക്. ദാ കുടിക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്. അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന ഹസീന എന്താ? ഒരു കുപ്പി വെള്ളം വേണമായിരുന്നു. എനിക്കറിയാം വെള്ളമൊക്കെ വേണ്ടി വരുമെന്ന്. നിനക്കാണടാ ഇന്നെന്താ ക്ലാസ്സിൽ പോകാന്? തനിക്കെന്താ ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ? അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല. അയ്യടാ, തന്നെ ആരാ കെട്ടാൻ പോകുന്നത്? അങ്ങനെയൊന്നും പറയരുത്. ഹായ് വെള്ളം. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരുവോ? പെട്ടെന്ന് തീർത്തേക്കാമേ. സീനെ ഞാൻ പോവാണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ് ഒന്ന് നിന്നേ. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വൃത്തികെട്ടോ നാറ്റിച്ചല്ലോ തെണ്ടി. എന്താടാ വായി നോക്കി? ആശാന് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു. അയ്യോ, പെയിന്റ് കിട്ടിയപ്പോ നീ ഇവിടെ മല മറിച്ച് കളയും. പെങ്കൊച്ചിനങ്ങ് വീട് ഇല്ലെങ്കിൽ ഈ പെയിന്റ് വാട്ടി എടുത്ത് തലയൊക്കെ മൊത്തം ഞാൻ. അമ്മച്ചിയാണ് ഈ അരികാരൻ ആടിക്കഴിഞ്ഞ പിന്നെ പോരപ്പറമ്പാനങ്ങൂല, ചലിക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഈ കളി നല്ലതിനല്ലാന്ന്.
അയ്യോ അമ്മ അമ്മച്ചി കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യോ നിർദ്ദയണ്ട സജി എന്താടാ ഇത്? ബെന്നിച്ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ ഒന്ന് കണ്ടിട്ട് പറ്റേ. നിന്റെ അച്ഛൻ ബെന്നിയുടെ കയ്യിൽ നമ്മളെ ജാമ്യത്തിനൊക്കെയുള്ള കാശ് വല്ലതും കൊടുത്തിട്ടുണ്ടാവോടാ? അതിന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എവിടെ നിന്നാ കാശ് ആശാനെ? നിന്റെ അമ്മയുടെ ചെമിക്ക കമ്പനി വിറ്റ കാശ് എന്തെങ്കിലും കാശ് വരുമ്പോൾ എടുത്ത് കൊടുത്താ പോരെ? എന്ത് വിളിച്ച കോമഡിയാണ് ആശാനെ. തിരിച്ചു തല്ലാൻ പറ്റൂല, പോലീസ് സ്റ്റേഷനാണേ.
പൂത്തുകുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ പൂത്തുകുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ ഞാനൊന്ന് വീണതും നീന്നില്ല വിളിച്ചതും കരളെ നീയൊന്നോർക്കില്ലേ നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും റസിയ അരികത്ത് വരികില്ലേ നീ നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ എന്താടാ? കണ്ടാൽ എന്ത് പോലീസ് സ്റ്റേഷനത്. ആശാൻ ഇങ്ങനെയാണ് മാഡം. എന്താണെന്നറിയില്ല, പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പ പാടണം. ചെറുതായിട്ട് മര്യാദയ്ക്ക് നിന്നോ. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ അയ്യോ ഞാനൊരു മര്യാദക്കാരനാ, എന്നെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്കല്ലേ. ഇതിപ്പോ ബെന്നി പറഞ്ഞത് കൊണ്ടാ. എല്ലാവരോടുകൂടി പറയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇടിച്ച് നിന്റെയൊക്കെ കൂമ്പ് ഞാൻ കളയും. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. ഇല്ല. എന്നാ എല്ലാവരും പൊയ്ക്കോ. ആ നിങ്ങൾ പോക്കോ. പെണ്ണില്ലായിരുന്നെങ്കിൽ ഇടിയുണ്ട് തൂറിയനെ. എടാ, ഇത് നിന്റെ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാ. ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്നെ കിട്ടില്ല നിന്റെ കാര്യത്തിൽ ഇടപെടാൻ. മനസ്സിലായോ? അമ്മ ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ ഇറക്കേണ്ടി വരാൻ. ചെയ്തോ വാടാ. ചേട്ടാ ഞാൻ ഫോൺ ചെയ്തു. കാശുണ്ടാ? ആ ഇതൊന്നും ഇല്ലല്ലോ ചേട്ടാ. എന്താടാ ഉള്ളത് വാങ്ങിച്ച് പോവാൻ നോക്ക്. നിനക്കിത് അകത്തിരുന്ന് കൊടുത്തോളൂ. എന്തെടുക്കണ ഇവിടെ? ഞങ്ങൾ വെറുതെ ഇരിക്കട്ടാ. വെറുതെ ഇരിക്കണ? എന്താണ് എൻ്റെ കയ്യിൽ? ഒന്നുമില്ല ചേട്ടാ. ഒന്നുമില്ലെങ്കിൽ എന്താണ് മറച്ചു പിടിച്ചേക്കണ? ചേട്ടാ മേത്തോട്ടുള്ള കളി വേണ്ട ചേട്ടാ. തൊട്ടാ നീ ഇവിടെ മനസ്സിലാകാ തൊട്ട എന്താന്ന് വന്ന കീറിക്കളയും പന്നി. അയ്യോ എന്താ ഏട്ടാ? ഏട്ടാ ഒന്ന് നിക്ക്. അയ്യോ എന്റെ ദൈവമേ. ഏട്ടാ ഒന്ന് നിക്കേട്ടാ. അയ്യോ ഏട്ടാ. ഏട്ടാ എങ്ങോട്ടാ പോന്നേ? ഏട്ടാ ഒന്ന് നിന്നേ. ഏട്ടാ എന്താ കാര്യം? എന്താ? വേണ്ട വേണ്ട. എന്താടാ അത്? എന്തരാവന്മാരെ നിന്നെ തല്ലിയേ? സ്കൂളിലെ ഒരു പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി. അത് ഞാൻ മാഷിനോട് പറഞ്ഞു. അവരെന്നെ അവന്മാരെ തിരിച്ചെല്ലണം. വേണ്ടേട്ടാ വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഒരാളെങ്കിലും തിരിച്ചെല്ലണം. ഏർപ്പെടുത്തി കേറ്. കേറിയ ഇതല്ലടാ അവൻ്റെ വീട്. അതെ. അവൻ വീട്ടിലില്ലാന്ന് തോന്നണേ. നോക്കാം.
ഇവനല്ലേ വാടാ നിക്കടാ അടിക്കടാ അടിക്കടാ അവനെ അടിക്കടാ. താനേ താനേ തന്നനം തന്നാനേ താനേ താനേ തന്നനം തന്നാനേ താനേ താനേ തന്നനം തന്നാനേ താനേ താനേ തന്നനം തന്നാനേ. നമ്മുടെ കൊച്ചനാ രംബു മറ്റേ ഞാൻ ദിനു ക്ലാസ്സിലൊന്നിറങ്ങും അഞ്ച് പുള്ളിയാട്ടാ. ആള് കൊള്ളാലോ, ചെലവ് ചെയ്യണോട്ടോ. എന്താ മോനെ വലിച്ചു? എന്താ മോനെ ഇത്രയായിട്ട് സിഗരറ്റ് വലിക്കൂല? വലിക്കണ വലിച്ച തല ഇറങ്ങോ? അങ്ങനെയൊന്നും തല ഇറങ്ങില്ല, സിഗരറ്റ് അല്ലേ ഇതൊക്കെ. വേറെ സാധനമുണ്ട്, അത് ഇതിനേക്കാളും സൂപ്പറാ. അത് നിനക്ക് പിന്നെ തരാം കേട്ടോ. ഞാൻ പോണ്. ചായ എടുത്തു വെച്ചേക്കുന്നു, വന്ന് കഴിക്ക്. നമുക്ക് നീ ചായ കുടിച്ചാടാ? ആ കുടിച്ച്. എടാ 11 മണിക്ക് അരിക്കാരൻ വരും. അലമാരയിൽ കാശിരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം കേട്ടോ. ശരിയമ്മേ. കാർത്തു പോടി, ദേ വരുന്നു. വൈകില്ലേ, വേഗം നടക്ക്. ആൾമാരെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കും. അയ്യോ ചീപ്പെടുത്തു. ഇനി ഇവൻ ചീപ്പാവും. ഒന്നല്ലോ ഇവനെന്റെ ശകുന്തള. ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഐസ് ഫ്യൂട്ടി അപ്പണത്, ചില ചൊറി പിടിച്ച പിള്ളേരെ പോലെ. എന്താ മുഖത്തൊരു പാട്ടം? അണ്ണാൻ ചപ്പിയതായിരിക്കും. അത് അവിടെ കുറെ ചെക്കന്മാര് മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചോദിക്കാൻ ചെയ്യുന്നതിന് ഒരുത്തൻ കാവയുടെ കൈ പിടിച്ച് ഞെരിച്ചു. ഇവനെ ഇവൻ വന്നാ ഫോൺ മേടിച്ചെന്ന് ഇവൻ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കാനാ? ഇവൻ കുറെ നാളെയല്ലേ കുട്ടിയുടെ പിന്നാലെ അടങ്ങണേ. ഇവനെ ഇഷ്ടമാണെന്ന് പറ മോളെ, അതിനെന്തിനാ അത്ര മടി? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം. അത് ശരിയാവില്ല, അല്ലാണ്ട് മേടിച്ചാൽ മതി. പിന്നെ ഒന്ന് പോയി വേറെ ആളെ നോക്ക്. വാടാ 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 വാടാ. വല്ല കാര്യമുണ്ടോ? ഏയ് എന്താ ഇവള് പറയൂ. അത് താൻ പറഞ്ഞ പോരാ, ഈ കുട്ടി പറയട്ടെ. ശരി, ആ ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് ഞാൻ പറയും. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന്. ആശാനെ എന്നാ പിന്നെ വാ. അവരാണ്
എണീക്കടാ. അൽത്തറയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ഇന്നലെ സജി ശരിക്കും മണ്ടനായില്ലേ? നിന്റെ ചാബിയാ ഇരിപ്പുണ്ട് രണ്ടെണ്ണം. ഇന്ന് നിനക്ക് പണിയാണ്. നീ ഇന്നലെ പറയാന്ന് പറഞ്ഞിട്ട് മുങ്ങിയല്ലേ? എന്ത്? അല്ല, അവന്മാരോട് ചോദിച്ചാ പറയാന്ന് പറഞ്ഞില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഫോൺ മേടിച്ചെന്നാ പറയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫോൺ കടലിൽ പോയില്ല ആശാനെ. കടലിൽ കളയാൻ ഞാൻ പറഞ്ഞു. ഇത് ചീറ്റിംഗ് ആണ് ആശാനെ. പക്കാ ചീറ്റിംഗ്. അതെ, ചീറ്റിംഗ് ആണ്. അല്ല, പോകുവാണോ? ഞാൻ കുറെ നാളായി നിന്റെ പുറകെ നടക്കണം. അതെ, പാവം. നീ കാണാനിട്ടല്ലാന്ന് എനിക്കറിയാം. കണ്ടില്ല നടിക്കുന്നതാ. പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ നീ പെണ്ണല്ലേ? അല്ലേ? നിനക്ക് ആടാനും പാടാനും പ്രേമിക്കാനും ഒന്നും അറിഞ്ഞൂടെ? പെണ്ണ് തന്നെയാണ്. എടോ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്റെ പിന്നാലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണ? നീ കോപ്പാടും. കാണണം. ഹസീനെ ഇറങ്ങിക്ക്. ആ മൊബൈലോ പാട്ട് വെച്ചേ. പാട്ടോ? എന്ത് പാട്ട്? ഇപ്പൊ കാണിച്ചു തരൂ കേട്ടോ. വല്ല കാര്യമുണ്ടോ? വേണ്ടായിരുന്നു. മതിയാ?
മണ്ടന്മാര്. കലക്കി കൺഗ്രാറ്റുലേഷൻ. മതിയായ നിനക്ക് Glad to meet you. വടി പോവാ ഓരങ്ങന്മാര്. അയ്യോ മാറിയല്ലോടാ. ഏയ് തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. ഒടുവിൽ നീ വളച്ചെടുത്തടാ എന്റെ ചക്കരെ. നീയാണടാ എന്റെ ശിഷ്യൻ. അച്ഛൻ ഈ തോക്കൊണ്ട് എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അച്ഛ? ഒന്ന് പറഞ്ഞേ. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ. സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അച്ഛ. പിന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. നീ ഈ തള്ളു കേട്ട് നിൽക്കാണ്ട് പോയി പാല് മേടിച്ചിട്ട് വന്നേ. എന്നാ വെള്ളം നനച്ചു കഴിഞ്ഞില്ലേടി? ആ തീർന്നു. ഇവിടെ ഇരുന്ന് ഈ തോക്കും കൊണ്ട് കളിക്കുന്നതിലും ഭേദം അകത്ത് വന്ന് കുറച്ച് തേങ്ങ ചിരണ്ടി തന്നൂടെ മനുഷ്യ. ഇതിലും ഭേദം അതിർത്തി തന്നെ കിടക്കുന്ന. നീയൊന്നും പറയണ്ട, വിട്. വരുമെന്നാവോ? എന്താ ഇത് നോക്കിയേ? എന്താ ക്ലാസ്സിൽ കയറാണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ വലിക്കടാ നീ. ഇത് കഞ്ചാവാടാ. നീ കഞ്ചാവാണ് വലിക്കണല്ലേ? നടക്കങ്ങട് നടക്കടാ. എടാ ഞങ്ങളുടെ മക്കളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കണേ. നടക്കട നടക്കടാ. ഇവൻ എന്തിനാ പിടിച്ചോണ്ട് വന്നേക്കുന്നേ? ഇവൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളൊന്ന് കാര്യം പറ. മാറി നിക്ക് പെണ്ണുമ്പിള്ളേ. നല്ല പണി ചെയ്തിരിക്കണേ. അയ്യോ മോനെ, സാർ എന്താ അവൻ ചെയ്തേ? നിങ്ങളാണ് ഇവന്റെ അമ്മ? അതെ. ഇവന്റെ അച്ഛൻ എവിടെ പോയി? അവന്റെ അച്ഛൻ പണിക്ക് പോയിരിക്കുക. നിങ്ങൾ മകനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? സാറേ, സ്കൂളിൽ കഞ്ചാവ് വിൽപ്പനയും വലിയാണ് അവന്റെ പണി. അയ്യോ അയ്യോ സാർമാരെ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചതായിരിക്കും. ഇത് എവിടെന്നാ കിട്ടിയത്? ആരാ ചെയ്യിപ്പിച്ചെന്ന് ഞാൻ നോക്കാം. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല സാറേ. അയ്യോ സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാറേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരോ അവനെ ചതിച്ചതാ. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല. സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. നല്ലൊരു ചെക്കനായിരുന്നു. അവൻ എങ്ങനെ ഇതിൽ വന്ന് പെട്ടെന്ന് ഈശ്വര. എന്റെ ചേച്ചി, ഇതിലൊന്നും വന്നു പെടാൻ അധികം നേരമൊന്നും വേണ്ട. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീട്ടുകാർ അറിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോ വീട്ടുകാരൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ്. അറിയാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാശ് കിട്ടണ്ടാവേ. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. സ്റ്റേഷനിലേക്ക് ബെന്നിച്ചേട്ടൻ പോയേണ്ടി. അവരവനെയും കൊണ്ട് വരുള്ളൂ. കറിയില്ല ചേച്ചി. ചേച്ചി ഇതവര് വരണുണ്ട്. ചേച്ചി ഇനി നീ വീട്ടിൽ കയറണ്ട. നിന്നെ നീ
എന്റെ ചേച്ചി വേണ്ട, പറഞ്ഞാ നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലാതെ അവൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? SSLCക്ക് 100% മാർക്ക് വാങ്ങിച്ച ചെക്കന കഞ്ചാവും വലിച്ച്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ, ഇനി ഇവനോട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പാർട്ടി ഓഫീസർ ഒന്ന് പോണം. ശരി. അമ്പു, അതെന്താടി? എന്നെ പോലും ഹലോ, പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയേക്കാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെന്നിച്ചേട്ടൻ നോക്കിക്കോളൂ. ഞാനങ്ങോട്ട് വിളിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ശരി. ആശാനെ, ആശാനെ, തൊഴിലുറപ്പിന്ന് കിട്ടിയ കാശുണ്ട് എൻ്റെ മോനോളൊരു ഷർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. പന്തല് കിടത്തുമ്പോ എൻ്റെ മോന് ആ ഷർട്ട് ഇട്ട് കൊടുക്കാൻ ആശാനെ, ആശാനെ, എൻ്റെ മോനെ. വിഷമിക്കില്ല. നല്ലപോലെ തടവ്, ഭയങ്കര വേദനയാ. എപ്പ കഴിഞ്ഞു മോനെ? ഒരു 5 മണിയായി കാണും. ഓ, ആ അമ്പുവിന്റെ അമ്മയുടെ ഒരു കരച്ചിലേ സഹിക്കാൻ പറ്റണില്ല. അതിന്റെ അപ്പുറത്താ രാജൻചേട്ടൻ. ആ, ഈശ്വരന്റെ ഒരേ കളി. മതിമോളെ, നീ ഇത്തിരി വെള്ളം വെക്കുന്നു കുളിക്കാം. വെച്ചിട്ടുണ്ട്. ആ, കമ്പിത്താഴം കേറിക്കോ, പോവാം. ആദ്യം പോകുന്ന ബസ് മോനൊന്ന് ഓടിക്കയറ വേഗം. ആ കമ്പിത്താഴം ആദ്യം കയറി ആദ്യം പോകാം. കമ്പിത്താഴം സമയല്ലേ? ആ കമ്പിത്താഴം.
ചേട്ടാ ചേട്ടാ എന്താടി പുറത്താരും മുട്ടുന്നു. ആരാടി ഈ സമയത്ത്? നീ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത്. കൊച്ചപ്പ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ പുറകെ പോലീസുണ്ട്. ഈ രാത്രി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി, പിന്നെ ഞാൻ പൊക്കോളാം. നീ അകത്ത് പോ. എന്താ ഉണ്ടായത്? നീ വാ. വാ, നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോ വരാം. കൊച്ചാപ്പ എനിക്കിട്ട് പണിതല്ലേ? നിന്നീ നാടിനൊരു ആവശ്യമില്ല. നീ പോ. അപ്പൊ കൊച്ചാപ്പന് ആവശ്യം വരും. കൊച്ചാപ്പന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിടാൻ നടക്കടാ. എടാ, നിന്നീ നാടിനൊരു ആവശ്യമില്ല. നീ പോ. അമ്മ പതുക്കെ. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് വേദന വീണ്ടും കൂടി. ഭയങ്കര വേദനയാണോ? ചെറിയ കുത്തിയുള്ള വേദന നെഞ്ചിനുണ്ട് മോനെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കഴിച്ചോളാം. നീ ഒന്ന് പോയി കേറ്. സൂക്ഷിച്ച്. വിട്ടോ. ആ അതെ, വന്നേക്കാ. ഒരു 15 മിനിറ്റ് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ആ കൊച്ചാപ്പ ചോറിന് മതി. ഇനി കൊച്ചാപ്പന് വലിയ മണ്ണാണ്, മണ്ണ്. ആ ടീമേ, നീ വരുന്നുണ്ടോ? ദുൽഖറിന്റെ പടം ഒന്ന് റിലീസാ. ഞാൻ പറഞ്ഞു. ആ അന്നൊരു ഗോൾഡ് വലി. ഇങ്ങോട്ട് കൊണ്ടുവാ.
എന്നാ ശരി. ശരി എന്നാ. വരാം. ഗോപിയെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തേ. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയതാ? എനിക്ക് ധനപാലിൽ നിന്ന് കാണണം. ആര്? നമ്മുടെ പട്ടാളക്കാരനെ? ആ, അയാളും ഭാര്യ മോനും കൂടി കല്യാണത്തിന് പോയില്ലോ. എനിക്ക് ഇവിടെ നിന്നാണ് കല്യാണത്തിന് കാശ് വെക്കാനുള്ള കവർ വാങ്ങിയത്. എനിക്ക് ആളെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. അയാളുടെ മോള് വീട്ടിൽ കാണല്ലോ. അവള് കല്യാണത്തിന് പോകണമെന്നില്ല. മകളെ കണ്ടിട്ട് കാര്യമില്ല, എനിക്ക് അയാളെ കാണണ്ടേ. ഇവരെ വന്നു ധനവരട്ടോ, ഇവിടെ ആരും ഇല്ലേ? ധനവരട്ടോ. ഒന്ന് നിൽക്ക്, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. അയ്യോ, ചേട്ടൻ ചോറ് കഴിച്ച് പോയില്ലേ അമ്മച്ചി? അയ്യോ എന്റെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴിപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. നീയാണോടാ കുത്തിയത്? നീ അവിടെ തന്നെ ഉണ്ടാവണം, കേട്ടോടാ. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കും. പറയടാ. ഹലോ, ആ കുഴിപ്പള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി മറിച്ചിട്ടാവും പോയത്. എൻ്റെ കാല് ഇങ്ങനെ ആയി പോയല്ലോ. അല്ലെങ്കിലുണ്ടല്ലോ അവനെ ഞാൻ പിടിച്ചേനെ സാറേ. ഇവന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലേ? ആ, എഴുതി സാർ. ഇവനെ വിടല്ലേ. RTO വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കമ്പിത്താഴം വരെ ഒന്ന് പോണം. ചേച്ചി കടപൂട്ടാണോ ഞാനൊരു ചായ കുടിക്കാൻ വന്നു? ആഹാ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എന്താ ചേച്ചി? നമ്മുടെ അരികരന് ആന ചവിട്ടിന്ന് അയ്യപ്പള്ളി വെച്ച കണ്ടാ സഹിക്കില്ല, വല്ലാത്തൊരു കിടപ്പ്. മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്ര. ആശാനെ, അവനോട് പറയണ്ടേ കാവ്യയുടെ കാര്യം? ആയിരിക്കുന്നവനോട് എങ്ങനെയാടാ പറയാ? അവന്റെ കാവ്യ അവനെ വിട്ടുപോയെന്ന് അതും കൂടി കേട്ടാലോ അവൻ.
എന്തായാലും ഞാൻ പെട്ട്. നമ്മൾ തമ്മിൽ കണക്ക് ബാക്കിയുണ്ട്, അതും കൂടി തീർത്തിട്ടാണ് പോയാ പോരെ. അതിനെന്താടാ, തീർക്കാം. ഷീബേ, അടുത്തോടെ ഞാൻ വെക്കും കേട്ടാടി. അല്ല, നിന്നെ ഇന്നലെ പെണ്ണ് കാണാൻ വരെന്ന് പറഞ്ഞിട്ട് എന്തായടി? ചെക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടാടി. എന്തായി? ചെക്കന് വല്ല അങ്ങോട്ടും ഉണ്ടാടി. അതൊന്നല്ലേ ചേച്ചി, ചെക്കന് എന്റെ അത്രയും പക്വതയൊന്നും ഇല്ലെന്നേ. ചെക്കനങ്ങനെ പക്വത നീക്ക് 10-40 വയസ്സായി. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ പട്ടാളക്കാരന്റെ മോളെ കൊന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് നമ്മുടെ വീട്ടുകാരൻ ചായക്കടയിൽ പോയിച്ചു വന്നപ്പോ പറഞ്ഞതാ. രണ്ടുപേരെ കൊന്നിട്ട് എടാ മോനെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിച്ച നല്ല അസല ഇടി ഞാൻ ഇടിക്കും. സത്യം പറടാ, എന്താ ഉണ്ടായത്? പറ, എന്താണ് ഉണ്ടായത്? സാറേ, ഞാൻ സാറ് വിളിട്ട് കൊന്നാലും ശരി, ഞാൻ പറഞ്ഞത് സത്യമാണ്. കൊച്ചാപ്പനെ കുത്തിയത് ഞാനാണ്. പക്ഷെ ആ പെങ്കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഞാനവിടെ പോയെന്നുള്ളത് സത്യമാണ്. സാർ, ആ പെങ്കൊച്ചിനെ കൊന്നത് അവനല്ലല്ലോ സുധാകര. പിന്നെ സജി, നീ ഇവിടെ ഒന്നും ഇരിക്കുകയാണോ? വാ, വീട്ടിലേക്ക് പോ. ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ വരുന്നേ. എടാ, അവിടെ നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നു. വാടാ, വീട്ടിലേക്ക് പോ. നീ കരയാണോടാ? എന്ത് പറ്റിയടാ? നീ കരയല്ലടാ. എനിക്കൊരു കാര്യം പറയണ്ട എന്റെ കാവ്യ. അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. ഇത് വിളിച്ചതല്ല പിന്നെ കോലത്തിൽ നിന്നെ എൻ്റെ അമ്മയെങ്ങനെ കണ്ടാൽ നിന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ കെട്ടിച്ചേർന്നേക്കാന്ന് പറയും. അയ്യടാ, എന്നെ മാന്യമായി കല്യാണം കഴിച്ചാൽ മതി. അല്ല, നീ എപ്പോ വന്നു? ഞാനോ? നീ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയില്ലേ? അപ്പൊ വന്നതാ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്ന നീ കണ്ടാ? ഞാൻ കണ്ട്. അയ്യേ,
എടി പോത്തെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ നീ എന്നെ പറ്റിച്ചതല്ലേ? ആ പിന്നേടി നിന്റെ ഒരു കാവ്യ. കാവ്യ 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 അവൾക്ക് കൊടുക്കാനുള്ള ബുക്ക് എടുക്കാൻ മറന്നല്ലോ. തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. മോനെ സജി, നിക്കൊന്ന് പറയട്ടെ.
എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ട ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുടമോനെ, കൊമ്പ് കുത്തും. അച്ഛാ അച്ഛാ എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിലേ ഇട്ട് മൂടാനാടാ. നീ ഇതാരോടും പറയരുതേ. നീ എങ്ങാനും അകത്ത് പോയാലും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്ക് പിന്നെ ആരാടാ ഉള്ളേ? സജി മോനെ.